എലത്തൂർ ട്രെയിൻ തീവെപ്പിനിടെ മരിച്ചവർക്ക് റെയിൽവേ അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്ന് സിപിഎം. ഇക്കാര്യം ആവശ്യപ്പെട്ട സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു. യാത്രക്കാർക്ക് സുരക്ഷ നൽകുന്നതിൽ റെയിൽവേ പരാജയമെന്നും എം വി ജയരാജൻ വിമർശിച്ചു. ചികിത്സയ്ക്കുള്ള സഹായം ഗവൺമെന്റ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നു. സർക്കാർ തന്നെ ചികിത്സ ഏറ്റെടുക്കും. അതുപോലും റെയിൽവേ പ്രഖ്യാപിച്ചു. തീവണ്ടിയിൽ വെച്ചാണ് അപകടം. യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കേണ്ടതിന്റെ ചുമതല റെയിൽവേ വകുപ്പിന്റെ ചുമതലയാണ്. എന്നാൽ ഫലപ്രദമായ സുരക്ഷ ഇപ്പോ യാത്രക്കാർക്ക് നൽകുന്നില്ല. 1.5 ലക്ഷം കോടിയിലേറെയാണ് യാത്രക്കാർ നൽകുന്ന ടിക്കറ്റ് നിരക്കിലൂടെ റെയിൽവേക്ക് കിട്ടുന്ന തുക. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് പ്രതി ഷാറൂഖ് സേഫിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിൽ പോലീസിനുള്ളിലും വിമർശനം കടക്കുന്നു. മതിയായ വാഹന സൌകര്യവും സുരക്ഷയും ഒരുക്കാത്തതാണ് ചർച്ചയാകുന്നത്. ഇനിയെങ്കിലും പോലീസിന്റെ വാഹന സൌകര്യം മെച്ചപ്പെടുത്തണമെന്നാണ് ആവശ്യം. നിലവിൽ ഇന്ധന പ്രതിസന്ധിയും കേരള പോലീസ്. ഇന്നു മുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സജീവ ചർച്ച ഷാരൂഖ് സേഫിയുമായുള്ള യാത്രയാണ്. പോലീസിനുള്ളിലെ പരാധീനത ചൂണ്ടിക്കാട്ടിയാണ് ഉദ്യോഗസ്ഥരുടെ വിമർശനം. സ്വന്തമായി നല്ല വാഹനമില്ലാത്തതുകൊണ്ടാണ് ഷാരൂഖ് സേഫിയെ കൊണ്ടുവരാൻ രത്നഗിരിയിലേക്ക് സ്വകാര്യ കാർ വിടേണ്ടി വന്നത്. യാത്രയിൽ മതിയായ സുരക്ഷയൊരുക്കാത്തതും വിമർശനത്തിനിടയാക്കുന്നു. രാജ്യം ശ്രദ്ധിച്ച ട്രെയിൻ ആക്രമണ കേസിലെ പ്രതിയെ 10 മണിക്കൂറിലധികം യാത്ര ചെയ്ത് റോഡ് മാർഗം കൊണ്ടുവരുമ്പോൾ സായുധ പോലീസിന്റെ അകമ്പടി കൂടി വേണമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്നു. യാത്രക്കിടയിൽ 2 തവണ വാഹനം കേടായി. 3 വാഹനങ്ങൾ മാറിയാണ് പ്രതിയെ കോഴിക്കോടെത്തിച്ചത്. പൊതുസ്ഥലത്ത് പ്രതി തിരിച്ചറിയപ്പെട്ടാൽ കയ്യേറ്റ ശ്രമങ്ങളുണ്ടാകുമായിരുന്നു. ഇതൊന്നും പരിഗണിക്കാതെയാണ് പ്രതിയെ കൊണ്ടുവന്നതെന്നാണ് ചർച്ച. എല്ലാ വിമർശനങ്ങളും നീളുന്നത് ഉന്നത IPS ഉദ്യോഗസ്ഥരിലേക്കാണ്. ക്രമസമാധാന ചുമതലയുള്ള പോലീസുകാർ നിരന്തരം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ യഥാസമയം പരിഹരിക്കാത്തതാണ് ഈ പ്രതിസന്ധിക്കെല്ലാം കാരണമെന്നാണ് പോലീസിനുള്ളിലെ വികാരം. ന്യൂസ് 18 തിരുവനന്തപുരം.